അപ്പം നമ്മുടെ ഹൈദരാബാദിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇതുപോലെ ഒരുങ്ങി സുന്ദരിമാരായിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് കേട്ടോ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. ഇത് ബട്ടൺ ഇഡ്ഡലി എന്ന് പറയുന്ന ഐറ്റമാണ് കേട്ടോ നിങ്ങൾ ആദ്യം കണ്ടത്. പൂരി മസാല, പിന്നെ ബട്ടർ ദോശ, ഊത്തപ്പം, ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ ഐറ്റം. ഇവിടെ ഗീ റോസ്റ്റ് ഇല്ല കേട്ടോ. ഞങ്ങൾ 2-3 ഷോപ്പിൽ കയറിയപ്പോഴും ഗീ റോസ്റ്റ് അല്ല, ബട്ടർ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ദോശ തരുന്നത്. പിന്നെ ഇഡലിയുടെ സൈസ് കണ്ടോ, ഒരു സ്പൂണിൽ എടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തൊരു 10 ഇഡലി ഉണ്ടാകും കേട്ടോ. സാമ്പാറിൽ ഇങ്ങനെ മുങ്ങി കിടക്കുക. ഒരു മധുരമുള്ളൊരു സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കൊള്ളാം, ഒരു ആന്ധ്ര ടേസ്റ്റ്. പിന്നെ ഊത്തപ്പവും കൊള്ളായിരുന്നു. അതുപോലെ പൂരി മസാലയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ടർ ദോശയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കത് ഇവിടെ മൈസൂർ ദോശ വന്നു കേട്ടോ. ഈ മൈസൂർ ദോശയുടെ കൂടെ സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ സാമ്പാറിന് ഇച്ചിരി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്തായാലും കൊള്ളാം. അങ്ങനെ ഫൈനലി ഇതേ ഉഴുന്നുവടയും വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബാസന്തി എന്ന് പറയുന്ന ഈ ഒരു സ്വീറ്റ് ഐറ്റവും അതുപോലെ ഗുലാബ് ജാമുൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ടാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത് കേട്ടോ. എവിടെ കണ്ടാലും ഞാൻ വെറുതെ വിടൂല. എനിക്ക് സ്വീറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ 2 ഞാൻ മാത്രമല്ല കേട്ടോ തിന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിക്കായിട്ടുള്ള പാല് കൊണ്ടുണ്ടാക്കിയ നല്ല ഒന്നാന്തര ചായ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. കാരണം നമ്മളിനി ഉച്ച വരെ ഒന്നും ഫുഡൊന്നും ഇല്ല നമുക്കറിയാം. ഇനി നമ്മൾ എന്തായാലും ഒരു വൈകിട്ട് ഒരു 3-4 മണിയായിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ആഹാരമൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പോയത് എവിടെയാണെന്നറിയോ? ബിർള മന്ദിർ. ഒരു അടിപൊളി സ്ഥലം കേട്ടോ ഈ ബിർള മന്ദിർ എന്ന് പറയുന്നത്. ഇതൊരു മന്ദിർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പിളാണ്. ഈ ഒരു ടെമ്പിൾ പണിഞ്ഞിരിക്കുന്ന ഫുള്ള് മാർബിൾ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഈ വൈറ്റ് ആയിട്ട് കാണുന്ന ഏരിയ എല്ലാം മാർബിളാണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയാണ് ഇതിനകമൊക്കെ. പക്ഷെ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും പകർത്താൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുന്നിലിരുന്നിട്ട് 2-3 ഫോട്ടോസ് മാത്രമാണ് എടുത്തത്. അപ്പം അതിനകത്ത് ഗണപതിയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി. ഈ കാണുന്ന ഒരു ഹൈദരാബാദിന്റെ ക്ലോക്ക് ടവർ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിനെ പറയുന്നത് മോസം ജായ് മാർക്കറ്റ് എന്നാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്ന പേര്. കറക്റ്റാണോ എന്നറിയില്ല കേട്ടോ. അവിടുത്തെ നിസാമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഓൾഡ് ഹൈദരാബാദിലേക്കാണ് പോകുന്നത് കേട്ടോ. ന്യൂ ഹൈദരാബാദിൽ നിന്ന് ഓൾഡ് ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ പ്രാവുകൾ കണ്ടോ, ഇവർ ഫുഡ് കൊടുത്ത് അതിനിങ്ങനെ വരുത്തുവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒരു റെഡ് കളർ ഒരു ബിൽഡിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് തെലങ്കാന ഹൈക്കോർട്ടാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ പോകുന്ന വഴിയൊക്കെ പുള്ളി നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവൊക്കെ പറന്നു പോകുന്നതാണ്, എന്ത് രസമെന്ന് നോക്കിയേ. അപ്പോൾ ഈ ബിർള മന്ദിറിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഈ ചൗമനല്ല പാലസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡ് ഹൈദരാബാദാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചൗമഹല്ല പാലസിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലസ് എന്ന് പറയുന്നത് പണ്ടത്തെ, അതായത് 18th സെഞ്ച്വറിയിലെ നിസാംസ് അവരുടെ ഒരു റെസിഡൻസ് ആണ്, അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. ഈ പേര് ചൗമഹല്ല എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് ഇവിടെ മൊത്തം 4 കൊട്ടാരമുണ്ട്. 4 ദിശയിലായിട്ട് 4 കൊട്ടാരമുണ്ട്. അതാണ് ഈ എന്ന് വെച്ചാൽ 4 എന്ന് ഉദ്ദേശിക്കുന്നതാണ് ചൗമഹൽ, 4 മഹലായിട്ട്. അപ്പം അതാണ് ഈ ഒരു ഇത്. അപ്പം ഈ കൊട്ടാരം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്നാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഈ ഇവിടത്തേക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ഈ ഒരു മഹലിനകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് പുറത്ത് ഭയങ്കര വെയിലും ചൂടുമാണ്. പക്ഷേ ഈ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അത്രത്തോളം. കുറച്ച് തണുപ്പോ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പരിധിയിലാണ് ഈ ഒരു പാലസിൻ്റെ കൺട്രോളൊക്കെ. എന്നാൽ പോലും അവരത് നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴും അതിൻ്റെ മെയിൻ്റനൻസ് എന്തൊക്കെയോ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി ചെടിയും പൂക്കളും ഇതൊക്കെ വെച്ചിട്ട്. അപ്പം ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ റീലെടുക്കണമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നി. പണ്ടത്തെ ജോധ അക്ബർ മൂവിയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ പറത്തി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു കാറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ നോക്കുമ്പം ഈ സാധനമൊക്കെ ഇങ്ങനെ താഴെ വീണു പോവാണ്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഈ മെയിൻ പാലസിനകത്തേക്ക് കടന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റൂഫ് ടോപ്പിൻ്റെയൊക്കെ ഒരു നീളം കണ്ടോ, എന്ത് മുകളിലാണെന്ന് നോക്കിയേ. അപ്പോൾ അതിനകത്തുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് അതിമനോഹരമാണ് കേട്ടോ. അതെന്താണ് ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ടൈലാണോ എന്തെങ്കിലും സ്റ്റോൺസിൽ ചെയ്തതാണോ, അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതിൽ കൂടെ തന്നെ അവർ ലൈറ്റ്സൊക്കെ ഹാങ് ചെയ്തിരിക്കുന്ന കാണാൻ ഭയങ്കര, ആ റൂഫിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ നിസാംസൊക്കെ യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സും പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററിയും ഒക്കെ പറയുന്ന ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആക്കിയ ചിലപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബോറായി പോവും എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അധികം നീട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പതിവ് പോലെ നല്ല നല്ല സ്പോട്ട് കണ്ടുപിടിച്ചു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആ ഒരു മഹലിൻ്റെ 2ാമത്തെ ഫ്ലോറാണ്. ഇത് അവിടുത്തെ ഒരു ദർബാർ ഹാളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഡാൻസിൻ്റെ ഒക്കെ പോസൊക്കെ എടുത്ത് നോക്കാൻ ശ്രമിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വീണയാണ് ആ പോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂഫിൻ്റെ വർക്ക് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ ഈ കാരക്കുടി ടൈലൊക്കെ ചെയ്യുന്ന കണക്ക് അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഇതുപോലെ ഒരു പോസൊക്കെ കൊടുത്തു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കറങ്ങി കണ്ടു. അപ്പം ഈ കാണുന്നതൊക്കെ അന്നത്തെ കാലത്തെ നിസാംസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന യൂട്ടൻസിൽസും അതുപോലെ പ്ലേറ്റ്സ്, വലിയ വലിയ കോപ്പയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജഗ്ഗും സെറാമിക്കിൻ്റെയും ചൈനീസും അതുപോലെ പുറം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരുപാട് പ്ലേറ്റ്സിൻ്റെയും കപ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ നല്ല എന്താ പറയുക, അതിമനോഹരമായിട്ട് അതവർ ഇത്രയും നാളത് മെയിൻറ്റെയിൻ ചെയ്ത് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് രസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചാർമിനാർ ആയിരുന്നു. അപ്പോൾ ചാർമിനാർ പോകുന്ന വഴിക്ക് നമുക്ക് അടുത്ത ബസാറിലൊക്കെ ഒന്ന് ഇറങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ഈ ഒരു ബസാർ, കാരണം അത്ര റഷ് ആയതുകൊണ്ടും ഞങ്ങൾ ഇതിനകത്തൊക്കെ നടന്ന് തളർന്നതുകൊണ്ടും നമ്മൾ വിചാരിച്ച ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് കേട്ടോ. അപ്പം ഈ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേൾ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ബസാറിൽ കൊണ്ടുപോയി. ഈ നടന്നും പോകാണ്ടിരുന്ന ബസാറിന് പകരം ഞങ്ങൾ വേറൊരു ബസാറിലേക്കാണ് പോയത് കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ ചിലപ്പോൾ കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കും ഈ പേൾസിൻ്റെയൊക്കെ ഷോപ്പിൽ നമ്മളിങ്ങനെ കൊണ്ടിറക്കിയിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിയാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, അതായിരിക്കും അവർ അങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഓട്ടോയ്ക്കൊന്നും വലിയ ചാർജ് ഇല്ല കേട്ടോ. ഏകദേശം ഇത്രയും റഷിൻ്റെ ഇടയിൽ ഒരു 20 മിനിറ്റൊക്കെ ഓട്ടോ ഓടിയതിന് 30 രൂപയൊക്കെ ഞങ്ങളുടെ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ വലിയ ചാർജൊന്നും ഓട്ടോയ്ക്കില്ല. പക്ഷേ ആൾക്കാരുടെ ഡ്രൈവിങ് കുറച്ച് റാഷാണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ ഇതേ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഐറ്റം ആണല്ലോ ഈ പേൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ പേൾസിനോടൊന്നും അങ്ങനെ വലിയൊരു പ്രിയമില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു മാലയും ഇതൊക്കെ കാണുമ്പോഴേ ഓരോ ഷോപ്പിനകത്ത് കയറുമ്പോഴും ഭയങ്കര രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഞാനൊരു ചെറിയൊരു റിങ് മാത്രമാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു 1-2 സ്റ്റഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന റേറ്റൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ശരിക്കുള്ള പേളാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ബസാറൊക്കെ കാണാൻ ഭയങ്കര കളർഫുള്ളാണേ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല സാധനങ്ങളൊന്നും. കാരണം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ പോയി വാങ്ങുന്ന അത്രയും ഒരു ഇത് തോന്നിയില്ല. എന്തായാലും നമ്മൾ കുറേ ബസാറിലൊക്കെ കുറേ ചുറ്റി കറങ്ങി വെയിൽ കൊണ്ട് തളർന്നൊരവസ്ഥയായി കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ നേരെ അവിടെ കയറി 2 ഐസ്ക്രീമൊക്കെ തട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ചാർമിനാറിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഈ ചാർമിനാർ പോകുന്ന ഒരു ചുറ്റും ഉള്ള ഒരു ഏരിയയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചിലയിടത്തൊക്കെ മൊത്തം ചവറും അഴുക്കൊക്കെയാണ്, ചിലയിടത്ത് റഷാണ്. ഈ ചാർമിനാർ ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. അടുത്ത് വന്നപ്പം ഒന്നും ഒരു വൃത്തിയായിട്ടൊന്നുമല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ പോയത് സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ കമ്മൽ, വള, മാല, നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഇതിനൊക്കെ വാങ്ങണോ വേണ്ടേ, വാങ്ങിച്ചാൽ കൊള്ളായിരിക്കുമോ. പക്ഷെ ഞങ്ങൾക്ക് ഇത് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇനി ഒരിടത്തും പോകണ്ടെന്നുള്ള അവസ്ഥയായിപ്പോയി. കാരണം
ഇത്ര വെയിലും പിന്നെ ഈ ആൾക്കാരുടെ റഷും എല്ലാം കൂടെ ആയപ്പോഴത്തേനും മതിയായി കേട്ടോ. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഫുഡ് അന്വേഷിച്ച് പോവുക. അങ്ങനെ അതേ പിസ്ത ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ ഇത് ഏകദേശം എനിക്കൊന്നൊരു 4:30 ഒക്കെ ആയി കാണും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇത് തന്നെയാണോ പരിപാടി എന്ന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പിന്നെ ഈ 4:30ക്കാണ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്ന് ഞാൻ കാണിച്ചു തരാവേ. ഈ പിസ്ത ഹൗസിൻ്റെ ആംബിയൻസും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബവറാച്ചി ബിരിയാണി കഴിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കും. ബവറാച്ചിയാണ് വേറൊരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ട്. അപ്പോൾ ഇവിടെ തിരക്കിയപ്പോൾ അവർ പറയുന്നത് അത് പണ്ടായിരുന്നു ഇത്രയും ഫേമസ്, ഇപ്പോൾ ആ ഫുഡിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം മെയിനായിട്ട് ഇതുപോലെ ഷാഗ് ഹൗസ് അല്ലെങ്കിൽ പിസ്ത ഹൗസ്, ബ്ലൂസി ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫേമസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ്റെ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാം സാഫ്രാനി, അതായത് സാഫ്രോൺ ചേർത്തിട്ടുള്ളത്, കുങ്കുമപ്പൂവിൻ്റെ ആണ് ഇവിടുത്തെ ഡിഷസിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പോൾ സാഫ്രാനി ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിശന്ന് തളർന്ന് കറങ്ങി വന്നപ്പോഴത്തേനും ഈ ബിരിയാണിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ആയിട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇങ്ങനെ കലം കണക്കിനാണ് ഈ ബിരിയാണിയൊക്കെ കൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ഫ്രൂട്ട് ഷാമ്പയിനാണ്. ഇതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് സോഡയൊക്കെ ചേർത്തൊരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ആ ബിരിയാണിക്ക് നല്ലൊരു കോംബോ ആയിരുന്നു ആക്ച്വലി. ഇവിടുത്തെ ഈ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മളിത് ബാക്കി കളയാൻ വയ്യാഞ്ഞിട്ട് പാഴ്സൽ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കാരണം ഈ 2 ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഇതേ ഇവിടെ സാഫ്രണി ടീ, അതായത് ഈ പറഞ്ഞ പോലെ സാഫ്രോൺ ഇട്ട ടീ തന്നെയാണ് കേട്ടോ, സാഫ്രാനി ടീ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒസ്മാനിയ ബിസ്ക്കറ്റും അതുപോലെ തന്നെ കറാച്ചി ബിസ്ക്കറ്റൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ പപ്സ്, ബണ്ണ്. അപ്പോൾ ഞങ്ങൾ വയറിൽ ഇനി കഴിക്കാൻ സ്ഥലമില്ലെങ്കിലും 2 ബണ്ണും പാഴ്സൽ ചെയ്ത് നമ്മൾ റൂമിൽ കൊണ്ടുവന്നു കേട്ടോ, ഇനി വിശക്കുമ്പം. കാരണം ഈ മസ്ക ബണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഇത് റൂമിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബണ്ണും അതിനോടൊപ്പം തന്നെ ഈ മലായി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മലയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ബണ്ണ് കഴിക്കാം. അല്ലാതെ ബണ്ണിൽ ക്രീമുള്ള സ്റ്റഫിങ് ഉള്ളതും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ വീണ്ടും നമ്മളിതേ അടുത്ത് എനർജിയൊക്കെ സംഭരിച്ച് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ വൈകിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഞങ്ങളുടെ എൻ്റെ ഫ്ലാറ്റിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു നെയ്ബർ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഹൈദരാബാദുകാരിയാണ് കേട്ടോ. അപ്പോൾ ബേസിക്കലി മലയാളിയാണ്, പക്ഷേ ഹൈദരാബാദ് സെറ്റിൽഡ് ആണ്. അപ്പോൾ അവരുടെ ഫ്ലാറ്റ്, അവരുടെ വില്ലയാണ്, അത് ഈ ഹൈടെക് സിറ്റിയുടെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വില്ലയിലേക്കാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. ഇതിനകത്ത് ഏകദേശം 86 വില്ല ഉണ്ട് കേട്ടോ. അപ്പം അതിൽ പുള്ളിക്കാരിയുടെ വില്ല അന്വേഷിച്ചുള്ള പോക്കാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോവുകയാണ്. അപ്പോൾ അന്നത്തെ പുള്ളിയുടെ സർവീസ് അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറിയിട്ടാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അത് അന്വേഷിച്ച് പോയി. ഒരു 5ാമത്തെ വളവിലാണ് ചേച്ചിയുടെ വീട്. രാജി ചേച്ചി എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. ഇതാണ് രാജി ചേച്ചിയുടെ വില്ല കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു കൊച്ചു കേരളമാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നി. അവിടെ മാവും പ്ലാവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ അവിടുത്തെ ഡോറും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയത് കേട്ടോ. ഈ ഫ്രണ്ട് ഡോറ് ഒരു മണിച്ചിത്രത്താഴിൻ്റെ ഒരു ടൈപ്പ് ഡോറാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങനെ നമ്മളെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വീടൊക്കെ ഒന്ന് കാണിച്ചു തരും കേട്ടോ. നല്ല അടിപൊളി വീട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് രാത്രി അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. ചേച്ചി നല്ലപോലെ നിർബന്ധിച്ച് ഞങ്ങൾ അവിടെ നിൽക്കാനായിട്ട്. പക്ഷെ നമുക്കിങ്ങനെ തെണ്ടിതിരിഞ്ഞ് നടക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല. അപ്പോൾ ഇത് ചേച്ചി പറയുന്ന അവിടുത്തെ ഒരു ട്രഡീഷണൽ ടൈപ്പ് പ്ലേറ്റ് ആണ് കേട്ടോ. ഇലയാണ് ഈ പ്ലേറ്റ്. നമ്മുടെ ഇവിടെ ഈ പാളയുടെയൊക്കെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതുപോലെ അവിടെ ഈ ഇലയിലാണ് കേട്ടോ ഇപ്പോൾ ഒരു പ്ലേറ്റ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ചേച്ചി വീണ്ടും ബിരിയാണിയാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ, ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 3ാമത്തെ 4ാമത്തെ ബിരിയാണിയാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ ചെയ്തുകൊണ്ട് ബിരിയാണി ഹോട്ടലിൽ ഇരിപ്പുണ്ട്. അത് കൂടാതെയാണ് ചേച്ചി ഈ ബിരിയാണി തന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കും എന്നുള്ളൊരവസ്ഥ, ചേച്ചി നിർബന്ധിച്ച് നമ്മളെ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീണയൊക്കെ അവരുടെ വീട്ടിലെ സാധാരണ ആന്ധ്ര ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു, പരിപ്പൊക്കെ ഉണ്ടായിരുന്നു, ദാല് കറി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ആ അച്ചാർ നല്ല സ്പെഷ്യലായിരുന്നു കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയ അച്ചാറായിരുന്നു, ആന്ധ്ര സ്പെഷ്യൽ അച്ചാറാണ്, അത് അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കൊച്ചു തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എൻ്റെ ചേച്ചി വീടിൻ്റെ ചുറ്റുപാടൊക്കെ പോയി ഒന്ന് കണ്ടു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി മാവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ദേ ഇവിടെ ചെറിയൊരു ഗ്രേപ്സ് കണ്ടോ, ഗ്രേപ്സ് ഒക്കെ കാണാൻ പറ്റും.
അങ്ങനെ അതെല്ലാം ചുറ്റി കറങ്ങി കണ്ടു. എന്നിട്ട് നമ്മളെ അവരുടെ വണ്ടിയിൽ നമ്മളെ സിറ്റിയൊക്കെ കാണാൻ കൊണ്ടുപോയി. സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഹൈടെക് സിറ്റിയുടെ യഥാർത്ഥ മുഖമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ ആണോ എന്ന് ഡൗട്ടായി പോകും, അത്രയ്ക്ക് ഇതായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. ഇപ്പം ലുലു ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഈ ലുലു ഒന്നും അല്ല അവിടുത്തെ ഓരോ ബിൽഡിങ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓടിച്ച് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ എന്ത് രസമാണെന്ന് നോക്കി ഈ ബിൽഡിങ്സ് ഒക്കെ. ഞങ്ങൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 10:30-ഒക്കെയാണ് ഈ ഇറങ്ങി നടക്കുന്നതെന്ന്. 10:30 ഒക്കെ ആകുമ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പം ഞാനൊന്ന് മനസ്സിലാലോചിച്ചു, ഞാൻ ആദ്യം വന്നിറങ്ങിയ ഹൈദരാബാദും ഈ ഹൈദരാബാദിൻ്റെ വ്യത്യാസം. അപ്പോൾ ഹൈദരാബാദിലെ പല പല മുഖങ്ങളാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതും. ശരിക്കും എനിക്ക് തോന്നുന്നൊരു 1 വീക്കൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹൈദരാബാദ്, ഓൾഡ് ഹൈദരാബാദ് ആയാലും ന്യൂ ആയാലും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ ഹൈദരാബാദിൻ്റെ പല പല മുഖങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ പോകുന്ന ഈ പ്രേമലു മൂവിയൊക്കെ എടുത്ത ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഈ മൂവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ പ്രേമലു മൂവിയിൽ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ അവിടെ ഈ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നമ്മൾ ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഹൈദരാബാദ് മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി കണ്ടു എന്ന് വേണം പറയാൻ. പിന്നെ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 വീക്കെങ്കിലും നമ്മളൊരു ഓഫൊക്കെ എടുത്ത് വരണം. ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ടൈറ്റാനിക് ഷിപ്പ് നിൽക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ 2ാമത്തെ ദിവസവും അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ മെട്രോയിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു കേട്ടോ.